ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പം ഒറ്റ മൈൻഡിലങ്ങ് ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ അങ്ങ് നടന്നു പോകും. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. 4 പേരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായെങ്കിലും ആദ്യമായിട്ടാണ് ഒരുമിച്ചൊരു സിനിമ കാണാൻ പോണത്. അപ്പം നമ്മൾ നേരെ രാവിലെ ഫുഡൊക്കെ കഴിച്ചു കോട്ടയത്തേക്കാണ് വിടുന്നത് സിനിമ കാണാൻ വേണ്ടിയിട്ട്. തിയേറ്റർ എവിടെയാണെന്നുള്ള അത്ര നിശ്ചയമൊന്നും ഇല്ല. എങ്കിലും എല്ലാവരോടും ചോദിച്ചു പറഞ്ഞൊക്കെ പോകാമെന്നൊക്കെ കരുതി ബസ്സിലൊക്കെ കയറി ഞാനും ആതിരാജിയും അടുത്തടുത്ത സീറ്റിലിരുന്നു. അശ്വതിക്കും അക്ഷയ്ക്കും അടുത്തടുത്തുള്ള സീറ്റ് കിട്ടിയില്ല. രണ്ടുപേരും മാറി ദൂരെ ഇരിക്കുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ കോട്ടയത്തേക്ക് എത്തി. ആനന്ദ തിയേറ്ററിലാണ് കേട്ടോ നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. കാര്യം സിനിമ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയണമല്ലോ. പിന്നെ അതുപോലെ തന്നെ തിയേറ്ററിൽ കയറി ഇരിക്കാനുള്ള ആ ഒരു ഇതൊന്നും നമുക്ക് 4 പേർക്കും ഇല്ല. ആദ്യമായിട്ടാണ് സംഭവത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ കയറി ഇരുന്നു. സിനിമ ലോകമായിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് നല്ലൊരു റിവ്യൂ ഉള്ള മൂവി ആയിരുന്നല്ലോ. നമുക്ക് എങ്ങനെയായിരിക്കും ആ സിനിമ എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ സിനിമ ഒരു രക്ഷയില്ല കേട്ടോ. 4 പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി മൂവിയായിരുന്നു. അതിനുശേഷം ഞാൻ നേരെ ടോയ്ലറ്റിലോട്ട് വിട്ടത്. ഒട്ടും സഹിക്കാൻ മേലായിരുന്നു മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട്. അങ്ങനെ നമ്മൾ വഴിയിലേക്ക് ഇറങ്ങി. ഇനി ഫുഡാണ് പ്രധാനം. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. എവിടെ നിന്ന് കഴിക്കണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ പഞ്ചാബ് റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. വിശപ്പും കൊണ്ട് കയറി ചെന്നതും അവിടെ ഭയങ്കര തിരക്കായിരുന്നു അകത്തും പുറത്തുമായിട്ട്. ലാസ്റ്റ് നമുക്ക് എ സി ഒന്നും വേണ്ടേ, എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നും കരുതി പുറത്തേക്ക് നമ്മളിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അവിടുന്ന് ഫുഡ് കിട്ടിയത്. എനിവേയ്സ് എപ്പോഴെങ്കിലും കിട്ടുന്നത് നല്ലതായിരിക്കണം എന്നുള്ള രീതിയിൽ ഇരുന്നതും മുട്ട കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായെങ്കിലും ബിരിയാണി അത്ര പോരായിരുന്നു. ആതിരാജിയുടെ മുഖം കണ്ടാലേ നമുക്കറിയാം ഒട്ടും കൊള്ളില്ലായിരുന്നു. പിന്നെ തിരിച്ചു പോകുന്ന വഴി ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു. എനിവേയ്സ് ഈ ഒരു ഡിസിഷൻ അടിപൊളിയാണെന്ന് തിരിച്ചു പോകുന്നിടത്ത് എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.